ജനതയെ കീഴടക്കി വിരൂപ ബൊമ്മ. ഓവർനൈറ്റ് സക്സസ്. 2019 മുതൽ കെട്ടിക്കിടന്ന ലബൂബു ഇന്നു കിട്ടാക്കനി. ഒരൊറ്റ ദിവസം കൊണ്ട് ഉടമ പോക്കറ്റിലാക്കിയത് $160 കോടി. ആർക്കും വേണ്ടാതെ കിടന്ന ലബൂബു ഇന്നൊരു വികാരമാണ്. ബ്ലാക്ക് മാർക്കറ്റിൽ പൊന്നും വില. ഏവരും എഴുതിത്തള്ളിയ ഒരു സംരംഭം ഓവർനൈറ്റ് സക്സസ് നേടുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. ലബൂബുവിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇത് തന്നെ. ഇന്ന് സെലിബ്രിറ്റികൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും തരംഗം സൃഷ്ടിക്കുകയാണ് ഈ വിരൂപ ബൊമ്മ. 2019 മുതൽ ആർക്കും വേണ്ടാതെ കെട്ടിക്കിടന്നിരുന്ന ഈ പാവകൾ വാങ്ങാൻ ഇന്ന് പലയിടങ്ങളിലും നീണ്ട ക്യൂ ആണ്. കിട്ടാനില്ലെന്നതാണ് സത്യം. ലോകവും യുവാക്കളുടെ മനസ്സും കീഴടക്കിയ ലബൂബുവിനെ പറ്റി കൂടുതൽ അറിയാം. കളിപ്പാട്ട വിപണിയിലെ കൊടുങ്കാറ്റ്. ഉറങ്ങിക്കിടന്നിരുന്ന കളിപ്പാട്ട വിപണിയിലെ കൊടുങ്കാറ്റാണ് ലബൂബു. ഇന്ന് സെലിബ്രിറ്റികൾക്കിടയിലെ സെലിബ്രിറ്റിയാണ് ഈ പാവ. K-pop ആർട്ടിസ്റ്റ് ലാലിസ മനോബാൽ തന്റെ ലബൂബു കളക്ഷൻ പുറം ലോകത്തെ പരിചയപ്പെടുത്തിയതോടെയാണ് ആർക്കും വേണ്ടാതെ കിടന്ന ഈ പാവകൾ മിന്നും താരമായത്. ബ്ലാക്ക് പിങ്കിലെ ലിസ, ബോളിവുഡിലെ അനന്യ പാണ്ഡെ, ഷർവാരി തുടങ്ങിയ പ്രശസ്ത ഏഷ്യൻ അഭിനേതാക്കൾ മുതൽ ദുവാ ലിപ്പ, റിഹാന തുടങ്ങിയ ഹോളിവുഡ് സെലിബ്രിറ്റികൾ വരെ ഇന്ന് ഈ പാവകളെ കൂടെ കൊണ്ടു നടക്കുന്നു. എന്താണ് ലബൂബു? 2015 ഹോങ്കോങ് കലാകാരൻ കാസിംഗ് ലെങ് സൃഷ്ടിച്ച വിരൂപതകൾ നിറഞ്ഞ ഒരു പാവയാണ് ലബൂബു. കണ്ടാൽ വിചിത്രമായ ഒരു മുയൽ. ദി മോൺസ്റ്റേഴ്സ് എന്ന പരമ്പരയുടെ ഭാഗമാണിത്. 2019 ചൈനക്കാരനായ വാങ് നിങ്ങിന്റെ പോപ്പ് മാർട്ട് വൻതോതിൽ ഇവ നിർമ്മിക്കാൻ തുടങ്ങി. 7 വ്യത്യസ്ത കളിപ്പാട്ടങ്ങളുടെ ഒരു പാക്കാണിത്. വാങ്ങുന്നവർക്ക് താൻ വാങ്ങുന്നത് ഇതിലേതാണെന്ന് അറിയാൻ സാധിക്കില്ല. ലബൂബുവിന്റെ മിസ്റ്ററിയും ഇത് തന്നെ. അതായത് ഈ കളിപ്പാട്ടങ്ങൾ ബ്ലൈൻഡ് ബോക്സുകളിലാണ് വരുന്നത്. ഇത് കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. ഒരു ദിവസം $1.6 ബില്യൺ. 2019 മുതൽ വിപണികളിൽ കെട്ടിക്കിടന്നിരുന്ന ഈ പാവകൾ ഇന്ന് പലരും ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് പൊന്നും വിലയ്ക്ക് വരെ വാങ്ങുന്നു. സെലിബ്രിറ്റികൾ അവയെ അവരുടെ ജീവിത ശൈലിയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് വില കുതിച്ചത്. സെലിബ്രിറ്റികൾ ലബൂബുവിന് ഫാഷൻ ആക്സസറി പരിവേഷം നൽകി. അങ്ങനെ വിരൂപമായ ഈ പാവ യുവാക്കളുടെ ഏറ്റവും മനോഹരമായ ജീവിത സഖിയായി മാറി. തിരിച്ചുവരവിൽ ചൈനീസ് ബ്രാൻഡായ പോപ്പ് മാർട്ടിന്റെ ഉടമ വാങ് ലബൂബു വിൽപ്പന വഴി ഒറ്റ ദിവസം $1.6 ബില്യൺ നേടിയെന്നാണ് റിപ്പോർട്ട്. ഇന്ന് ചൈനയിലെ 10ാമത്തെ വലിയ ധനികനാണ് ലബൂബുവിന്റെ സ്ഥാപകൻ വാങ് നിങ്. പാവകളുടെ രൂപകൽപ്പന, വികസനം, മാർക്കറ്റിംഗ്, വിൽപ്പന എന്നിവയിൽ നിന്ന് തന്നെ പോപ്പ് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നു. ഏഷ്യ, യൂറോപ്പ്, US എന്നിവിടങ്ങളിൽ ലബൂബു പാവകൾക്ക് ഇന്ന് വലിയ പ്രചാരമുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 38 വയസ്സുകാരനായ പോപ്പ് മാർട്ടിന്റെ സ്ഥാപകനും സിഇഒയുമായ വാങ് നിങ്ങിന്റെ നിലവിലെ ആസ്തി $22.7 ബില്യൺ ആണ്. ഹോങ്കോങ്ങിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കളിപ്പാട്ട നിർമ്മാതാവിന്റെ വിപണി മൂലം $38.2 ബില്യൺ കുതിച്ചു. വിവിധ വലിപ്പത്തിലുള്ള ലബൂബുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. വലിപ്പത്തിനനുസരിച്ച് വില മാറും. ഒരു ശരാശരി വലിപ്പമുള്ള പാവയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ കമ്പനി വില $1500 തൊട്ട് $1800 വരും. എന്നാൽ ഇവ ഇന്നും കിട്ടാനില്ല. ബ്ലാക്ക് മാർക്കറ്റിൽ ഇതേ പാവയ്ക്ക് $5000 തൊട്ട് $8000 വരെ വില വരുന്നു. പോപ്പ് മാർട്ടിന് ലബൂബു ഒരു മികച്ച നേട്ടമാണ്. 2024 കമ്പനിയുടെ മൊത്തം വരുമാനം $1.8 ബില്യൺ ആണ്. ലബൂബുവും ദ മോൺസ്റ്റർ സീരീസും ആണ് വരുമാനത്തിന്റെ ഏകദേശം 1/4 സംഭാവന ചെയ്തത്. കമ്പനിയുടെ വാർഷിക വരുമാന വളർച്ച 700%-ലധികമാണ്. ചൈനയിലെ യോങ്കിൽ ലേലത്തിൽ ഒരു ലൈഫ് സൈസ് ലബൂബു പാവ $1.5 കോടി വിറ്റുപോയത്.